മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതുൾപ്പെടെയുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. ഈ ഇ ഡി റെയ്ഡിനെ ശാരീരികമായി എതിർക്കാനാണ്, ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇ ഡിയുടെ വാഹനങ്ങൾ അടിച്ചു പൊളിക്കാനാണ് CPM കേരളത്തിൽ ശ്രമിച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ 2 വർഷം മുമ്പ് ഇതേ തരത്തിലൊരു സംഭവം പശ്ചിമ ബംഗാളിൽ നടന്നിരുന്നു. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ നടത്തിയ റേഷൻ കുംഭകോണം, ഈ കുംഭകോണം അന്വേഷിക്കാനാണ് ഇ ഡി സംഘം എത്തിയത്. അപ്പം ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന വലിയൊരു ഗുണ്ട നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് അവിടെ ആ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പം ആ റെയ്ഡിന് വന്ന ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ശാരീരികമായി ആക്രമിക്കായിരുന്നു. 3 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു. അന്ന് ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടായിരുന്നു മമതാ ബാനർജി ചെയ്തിരുന്നത്. അവസാനം ഇ ഡി കോടതിയിൽ പോകുന്നു. കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ. അപ്പം CBI അന്വേഷണത്തെ തുടർന്നാണ് അന്ന് ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖ് 55 ദിവസമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആ അധികാരത്തിൻ്റെ തണലിൽ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ കഴിഞ്ഞത്. അങ്ങനെ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നു, കേസെടുക്കുന്നു. ഏതാണ്ട് 2 വർഷത്തിലധികമായിട്ട് ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോഴും ജയിലിൽ കഴിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം പോലും കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് ഈ ഒരു സംഭവത്തിൽ CPM എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതിശക്തമായിട്ട് ഇ ഡിയെ ന്യായീകരിക്കുകയും അതേപോലെ തന്നെ ഷാജഹാൻ ഷെയ്ഖിനെയും മമതാ ബാനർജിയെയും വിമർശിക്കുകയാണ് അന്ന് CPM ചെയ്തത്. CPMൻ്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ മമതാ ബാനർജിക്കെതിരായിട്ട് നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് അവർ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വസ്തുതയുണ്ടായിരുന്നു. 2019 അവിടുത്തെ കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI വന്ന സമയത്ത് രാജീവ് എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ അടുത്ത ബന്ധമുള്ള കമ്മീഷനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI വന്ന സമയത്ത് CBIയെ തടയാൻ നേരിട്ട് മമത അവിടെ ഇടപെടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് മമതയാണ് അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചത് എന്നാണ് അന്ന് CPM പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്ത് നിലപാടാണ് CPM ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു അഴിമതി കേസാണ്, പൂർണ്ണമായിട്ടുമുള്ള അഴിമതി കേസാണ്. CMRL എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി, സ്വകാര്യ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ അതിന് കേരള സർക്കാരിൻ്റെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. അങ്ങനെയൊരു കമ്പനി 49% പുറത്തുള്ള ആളുകൾക്ക് അതിനകത്ത് ഷെയറുണ്ട്. അങ്ങനെയുള്ളൊരു കമ്പനിയുടെ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുകൾ, കാരണം അത് ഇൻകം ടാക്സിന് അവർ നൽകിയ റിപ്പോർട്ടിനകത്ത് തെറ്റുണ്ട്. അങ്ങനെയാണ് ഇൻകം ടാക്സ് അന്വേഷണം വരുന്നത്. ഈ അന്വേഷണത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിക്ക് ഇവർ 2 കരാറുകൾ നൽകിയിരിക്കുന്നു. പക്ഷേ കരാർ അനുസരിച്ചുള്ള യാതൊരു പ്രവൃത്തിയും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പം അവർക്ക് പ്രതിമാസം അവർക്ക് വലിയൊരു 2.72 കോടി രൂപയാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി റെയ്ഡിനകത്ത് ഈ അന്വേഷണത്തെ തുടർന്ന് IT സംഘം നടത്തിയ റെയ്ഡിനകത്ത് കണ്ടെത്തി. കാരണം ഒരു പുസ്തകം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കമ്പ്യൂട്ടർ കണക്കുകളാണ് അതിൽ അവർക്ക് ലഭിച്ചത്. ആ കണക്കുകൾക്കകത്ത് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ പണം കൊടുത്തതിൻ്റെ കണക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പം ഇത് എങ്ങനെ സംഭവിച്ചു? ഇതിനവർ പറയുന്ന വിശദീകരണം, അവരുടെ ചെലവുകളൊക്കെ തന്നെ, ഇതെല്ലാം ആദായ നികുതി വകുപ്പ് കണ്ടുപിടിച്ചാണ്, അവരുടെ ചെലവുകളൊക്കെ തന്നെ വലിയ വർദ്ധിച്ച രീതിയിലാണ് ചെലവുകൾ കാണിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് മനസ്സിലായ സമയത്ത് അവർ തന്നെ പറഞ്ഞു, ഞങ്ങളിത് ഊതി വീർപ്പിച്ചാണ്. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പണം കൊടുക്കണം. ആ പണം കൊടുക്കാനുള്ളൊരു കള്ളക്കണക്കായിട്ടാണ് ഞങ്ങളുടെ ചെലവുകൾ ഊതി വീർപ്പിച്ചത് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അതേപോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കമ്പനി ലാഭത്തിലല്ലെങ്കിലും ഇതിൻ്റെ മുതലാളിമാർ അച്ഛനും മകനൊക്കെ ഏതാണ്ട് 30 കോടിയോളം രൂപ അതിനകത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെലവിൽ വലിയൊരു തുക കൊടുത്തു എന്നുള്ള ആരോപണമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നിരവധി ഏജൻസികൾ ഇതിനകത്ത് ഇടപെടുന്നത്. ഒന്ന് ആദായ നികുതി വകുപ്പിൻ്റെ തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡുണ്ട്. അതേപോലെ തന്നെ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് വീണ വിജയനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീണ വിജയൻ തന്നെ പറയുകയാണ് ഞാനൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷേ ചാനലിലൊക്കെ CPMൻ്റെ നേതാക്കന്മാർ പറയുന്നത് വീണ വിജയൻ അങ്ങനെ സോഫ്റ്റ്വെയർ കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വീണ വിജയൻ നൽകിയതോ അല്ലെങ്കിൽ കമ്പനി നൽകിയതോ അല്ലെങ്കിൽ ഈ
CMRL നൽകിയ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് യാതൊരു വിവരമില്ല. അവർ പണം വാങ്ങി. അപ്പോൾ ഇത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ, ഒരുപക്ഷെ മകളായിരിക്കില്ല വാങ്ങുന്നത്, മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമെന്ന് മകളുടെ പേരിൽ പണം വാങ്ങി. ഇത് ക്യാഷായിട്ട് കണക്കുകളിലൂടെ മാത്രമല്ല, അക്കൗണ്ടിലൂടെ മാത്രമല്ലാതെ കണക്കുകൾ വാങ്ങിയത്. കാരണം ഏതാണ്ട് 100-200 കോടിയോളം രൂപയാണ് വിവിധ നേതാക്കന്മാരായിട്ട് കൊടുത്തത്. അതിൽ കേരളത്തിലെ മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇതൊരു അഴിമതി കേസായ സമയത്ത് എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസിയെ കേരളത്തിലെ CPM നേതാക്കൾ തടയുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവാത്തത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ റെയ്ഡ് നടത്തിയിരുന്നു. കോടിയേരിയുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. അപ്പം അന്ന് പിണറായി വിജയൻ പറഞ്ഞ നിയമത്തിൻ്റെ വഴിക്ക് പോവും, അവർക്ക് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ടാവും, അവരന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു നിലപാട് എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അപ്പോൾ ഇവിടെ CPM ഒരു ഇരട്ടത്തപ്പാണ് സ്വീകരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി ED വന്ന സമയത്ത് ആ EDയെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഗുണ്ടകളും ഒക്കെ ചേർന്ന് ആക്രമിക്കുമ്പോൾ അന്ന് EDക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ കോടതി വിധിയുടെ തുടർന്നാണ് അടുത്ത ദിവസം ED റെയ്ഡ് നടത്തുന്നത്. കാരണം അന്ന് നടത്തിയില്ലെങ്കിൽ വീണ്ടും അവർ എന്ത് ചെയ്യും, ഡിവിഷൻ ബെഞ്ചിന് പോകും. നിരവധി കേസുകളുടെ നൂലാമാലകൾ തന്നെ അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഡ്വക്കേറ്റുമാരെയൊക്കെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിലാണെങ്കിലും ഡൽഹി ഹൈക്കോടതിയിലാണെങ്കിലും കേരള ഹൈക്കോടതിയിലാണെങ്കിലും കേസുകളാണ്. കാരണം ഇത് ഓൾറെഡി SFIO കുറ്റപത്രം സമർപ്പിച്ചു. ഇനി ED അന്വേഷിക്കുന്നത് തടയാനുള്ള ഇന്ത്യയിലെ എല്ലാ വിലപിടിപ്പുള്ള ഏറ്റവും ഉയർന്ന ഫീസ് വാങ്ങുന്ന വക്കീൽമാരെയൊക്കെ തന്നെ കുറേ സർക്കാർ ചെലവിലും അല്ലാതെയൊക്കെ തന്നെ CMRLൊക്കെ തന്നെ വക്കീൽമാരെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, കേസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു അഴിമതി കേസിൽ എന്തിനാണ് ശശിധരൻ കർത്തയെയും അദ്ദേഹം പണം കൊടുത്ത ആളുകളൊക്കെ സംരക്ഷിക്കാൻ CPM മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരു ഭാഗത്ത് ബംഗാളിൽ അവർ EDക്ക് അനുകൂലമായി നിൽക്കുന്നു, കേരളത്തിൽ EDക്കെതിരായി നിൽക്കുന്നു. ഇതാണ് കേരളത്തിലെ CPM തുറന്ന് കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലും ഇങ്ങനെ റെയ്ഡ് നടന്ന സമയത്ത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമത്തിന് അല്ലെങ്കിൽ പ്രതിഷേധത്തിന് അവർ തയ്യാറായി? കേരളത്തിലെ കണ്ണൂരിൽ അവർ തലശ്ശേരിയിൽ പ്രതിഷേധത്തിന് വന്നു, കോഴിക്കോട് റിയാസിന് വീട്ടിന് മുമ്പിൽ പ്രതിഷേധത്തിന് വന്നു, പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷൻ്റെ വീട്ടിന് മുമ്പിൽ പ്രതിഷേധിക്കാൻ വന്നു. അപ്പോൾ ഇതൊക്കെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു അന്വേഷണ ഏജൻസി അവരുടെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എന്തിനാണ് അവരെ തടയാൻ പോകുന്നത്? ഇതിനുള്ളൊരു ഉത്തരം ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM ഇതുവരെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.